നമ്മളെ കാണുമ്പോൾ വന്ന് അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ അതുപോലെ ഈ സമാനന്ദ മന്ദിരത്തിൽ കുറെ അമ്മമാർ വരികയും പണിയൊന്നും ഇല്ലായിരുന്നു. ആദ്യം വന്നു പിന്നെ നമ്മൾ കണ്ടപ്പോൾ അവനെ പോയി. പിന്നെ അവൻ വേറെ തന്നെ കുട്ടി കണ്ടു. നമ്മുടെ കണ്ടു അങ്ങനെ പിന്നെയും പോയി. ഇങ്ങനെ ഓരോ അമ്മമാരെ ഞാൻ അമ്മ എന്നെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്നെ കുറിച്ച് പറയുന്നത് പക്ഷെ ഇങ്ങോട്ട് വരുന്ന ഇവന്മാർ എന്നെ കുറിച്ച് കഥയുണ്ടാക്കാണ്. നമ്മുടെ അങ്ങനെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ സുബ്രഹ്മണ്യന്റെ മോൻ ഇതുവഴി പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന കഥയും പക്ഷെ മാമനൊരു കാര്യം പറയണം. അവരുടെ വീട്ടിൽ വരുന്ന സ്ഥിതി നോക്കേണ്ട. എന്നെ കുറിച്ച് കഥ പറയാൻ പറ്റില്ല. എന്നെ കുറിച്ച് കഥ അവനില്ല. അവൻ പറയുന്ന ആളുകളെ പിടിക്കാനൊന്നും നമ്മൾ ഇൻവെസ്റ്റില്ല. അവരോടൊന്നും ഇൻവെസ്റ്റില്ല. പക്ഷെ നമ്മൾ ആരെങ്കിലും വരുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തില്ല. അവരെന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയണമില്ല വരുന്നതില്ല ആരൊക്കെയാണെന്നുള്ളത് അറിയണമല്ലോ. നമ്മളെ കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതായോ നമുക്കൊന്നും അറിയില്ല. വേണമല്ലേ നമ്മളെന്ന് പറയും. നമ്മൾ രഹസ്യമായിട്ട് നമ്മളെ മനസ്സിലായി. അതാണ് ചുമ്മാറോ അമ്മാവൻ എന്താ അവൻ വിളിക്കുന്ന ചീത്ത ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. പഴയ പോലെ തന്നെ ഓരിക്കില്ല അവന്. മാമനിങ്ങനെ പറയുമ്പോൾ മാമനെ നിർത്തിയെങ്കിൽ ഇടയ്ക്കൊന്ന് തുടങ്ങുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വർഷങ്ങളൊക്കെ ഇങ്ങനെ തെക്കോട്ട് ഞാനോട് ഇവരെ ഒന്നും നമ്മൾ പറയുന്നില്ല. ഒരാൾക്ക് ഇവൻ നമ്മളെ ഇതാക്കി ഇവൻ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ പിടിക്കുന്നത് മാമനോട് പറഞ്ഞു. ഇവൻ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ പിടിക്കും. അത് ഉറപ്പാണ്. ഇവൻ ചീത്ത വിളിക്കുന്നത് ഞാൻ പിടിക്കാതിരിക്കുന്നത്. ഈ ആഴ്ച വല്ലതും പിടിച്ച് വല്ല വില ഉണ്ടായിരുന്നോ നാളെ പറയാം. ഒന്നും കിട്ടുന്നില്ലോ. ഇവൻ ചീത്ത വിളിക്കാൻ ഞാൻ പിടിക്കും. നമ്മളൊന്നും അരങ്ങാൻ നിങ്ങൾ നമ്മളെ പിടിപ്പിക്കുക. അതൊക്കെ ഓരോ നമ്മൾ ഇവരെ ചീത്ത വിളിക്കാൻ പോകുന്നില്ല. ഒന്നുമില്ല. നമ്മളിവരെ ഒന്നും പറയാൻ പോകുന്നില്ല. ഞാനിപ്പോ അമ്മയെന്ന് വിളിക്കുന്നു. ഇപ്പൊ വഴിയെ പോകുന്നുണ്ട്. ഞാനെന്താ എന്റെ അമ്മയെ വിളിക്കാൻ ഇവരെ ചീത്ത വിളിക്കുന്നു. ഞാൻ എന്റെ അമ്മയെ വിളിക്കുന്നു. അപ്പൊ ഇവ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളാരും ഇല്ലല്ലോ. എന്തോ മാമന്റെ വീട്ടില് നിങ്ങളെ വിളിക്കുന്ന വഴി ആൾക്കാർ പോയി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാൻ പറ്റില്ല. അപ്പുറം ഇപ്പൊ വരുന്നവരെ ശ്രദ്ധിക്കാതിരിക്കാൻ പറഞ്ഞ ഇവന്മാരെ വരുത്തുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ പേരിൽ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളെ കൊണ്ട് അങ്ങനെ കഥകൾ നമ്മുടെ ഒപ്പം വകയൊന്നും അടിച്ചെടുക്കാനുള്ള നോക്കുന്ന കഥകളൊക്കെ തീരുമാനത്തിന് ഉണ്ടാക്കേണ്ട കാര്യം. എനിക്ക് അവനറിയാലോ. ഞാൻ രാജസ്ഥാനിലോ എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യം ഞങ്ങളുടെ വല്ലല്ലോ അറിയുന്നത്. മാമ പറയുന്നത് ഞങ്ങളുടെ വല്ലല്ലോ ആണോ? അവരുടെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ പോലെ നമ്മളവന്റെ വെള്ളത്തിൽ എഴുതാൻ പോകുന്നുണ്ടോ? അവരുടെ വീട്ടിൽ കയറി ചെല്ലുന്നുണ്ടോ? അവന്റെ വെള്ളം പൊരിച്ചു പറിക്കാൻ ചെല്ലുന്നുണ്ടോ? വല്ലതും ഉണ്ടോ? നമ്മൾ നമ്മുടെ വസ്തുവിന് കമ്പനി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കെട്ടി മറയ്ക്കാൻ പോകുന്നു. എന്റെ ഈ നാട്ടിൽ കെട്ടി മറക്കുന്നത് കമ്പി വാങ്ങിക്കാൻ ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട്.
ഫീസെല്ലാം ഇപ്പൊ തൽക്കാലം ഈ ടീച്ചറിന്റെ 10 രൂപ ഇവിടെ കെട്ടിയിരിക്കുന്ന ഇതിന്റെ പതിയെ പതിയെ ഇപ്പൊ കമ്പി വാങ്ങിച്ച് കമ്പി വാങ്ങിച്ച് കമ്പി വാങ്ങിച്ച് കോൺക്രീറ്റ് ചെയ്ത് കമ്പി നാട്ടിക്കൊണ്ട് ഇത് വലിച്ചെടുക്കുക തൽക്കാലം പിന്നെ പതിയെ പതിയെ കൊണ്ട് ഇതില്ല കാരണം നമുക്ക് വേണ്ടി ജീവിതം ഇങ്ങോട്ട് തെക്കോട്ട് നോക്കിയിരിക്കുക ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഇനി അവർ ചെയ്തത് നമുക്ക് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക വലിയ ശല്യം അതുകൊണ്ടായിരുന്നു ഞാൻ ഇതിനെക്കൊണ്ട് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക പിന്നെ അനാവശ്യം തന്നെ വിളിച്ച് പറയുക എന്തുവാ വണ്ണവും നീളമുള്ളതൊന്നും മഴ അറിയാൻ എന്തോ പറയുന്നത് എനിക്കിപ്പം പറയാതിരിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഭാഷകൾ വണ്ണവും നീളമുള്ളത് നോക്കാനും അങ്ങനെ ഇതിന്റെ വാക്കൊക്കെ കേൾക്കണം ഇതിനെ അടി കൊടുക്കും വേറെല്ലോ അങ്ങനെ ശരിക്കും വെച്ച് പഠിക്കുന്ന സമയം കഴിച്ചില്ല അതുപോലത്തെ ചെറിയ പറയുന്നത് ഇവരെന്തോ പറയാമെന്നാണോ നിങ്ങളെ ഇവരെന്ത് പറയാൻ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അതൊന്നും ദൈവത്തെ ന്യായമാണ് ഇവർക്കൊക്കെ എന്തും കാണിക്കാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ് ഞങ്ങൾക്ക് ജീവിക്കണ്ടായോ ഇവിടെ ഇവരിങ്ങനെ ആരൊക്കെ കാണുന്ന കുറെ ഒരുമാതിരി ഇവരെല്ലാം കൂട്ടാഴ്ച കൊണ്ട് നടക്കുന്നത് ഇതൊന്നും ഇത് കൂട്ടാഴ്ച അതെനിക്ക് മനസ്സിലാവുന്നത് എന്താ കൂട്ടാഴ്ച ഇത് വേറെ ഒന്നും നടക്കത്തില്ല ഇതൊരു കൂട്ടാഴ്ച ഇത് ഞാൻ LLB പഠിച്ചത് പറഞ്ഞിട്ട് എന്റെ പുറകിൽ നടക്കുക LLB എന്റെ ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട് കോടികൾ എന്നെ വെച്ച് തട്ടണമെന്ന് പറഞ്ഞിട്ട് കുറെ അമ്മമാരുണ്ടായി ഇന്ന് പോലും പുറകെ നമ്മൾ ജനിച്ചപ്പോൾ പറഞ്ഞ ഇവന്മാർ പറയാൻ എന്റെ പുറകെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോയപ്പോൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ ചേർന്നപ്പോൾ മുതൽ ഈ എന്റെ അമ്മയുടെ ചേർച്ചിലെ മോനെ ജില്ലയെന്ന് പറയുന്ന മോനെ അവനൊരു കൈനോട്ടക്കാരനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാളോട് പറഞ്ഞില്ല LLB പഠിക്കുക അയാളെ കൊണ്ട് എന്റെ കൈ കൊടുത്ത് അയാൾ പറഞ്ഞിട്ട് എന്റെ വക്കീലാവുന്നത് അന്നേരം മുതൽ പല പല സംഭവങ്ങൾ അവനെ കാണിക്കാൻ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് നമ്മുടെ പീഡനവാസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ അറിയാതെ പഠിക്കുകയായിരുന്നു അറിഞ്ഞില്ല ഇതൊന്നും പിന്നെ ഇപ്പോഴാണ് നമുക്ക് ഓരോരോരോ കാര്യങ്ങളിൽ കൂടെ മനസ്സിലാവുന്ന ഇവന്മാരുടെ രോഗങ്ങളെല്ലാം ഇതാവുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏത് ആർക്കും മനസ്സിലാവത്തില്ല ഇവന്മാരുടെ പീഡനങ്ങൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ 18 ദിവസം കൊണ്ടുവന്ന് മയക്കി വരെ ഇടുന്ന ഇവന്മാരുടെ കൈ ഭയങ്കര മയക്കുമരുന്നും അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ഇവന്മാരുണ്ട് ഈ മാഫിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഈ പല ആക്സിഡന്റുകളും ഇവന്മാർ ഉണ്ടാക്കുന്നത് ഈ ചുമ്മാതെ വലിയ പഴക്കക്കാരെന്നൊക്കെ കുറെ ചാർജ് വെച്ച് 10ാം ക്ലാസ് കുട്ടി പോലും പാസ്സാത്ത കുറെ ഇങ്ങനെ നടക്കുന്നില്ല നമ്മുടെ ഇടയിൽ ഇത് വലിയ ഇത് അതായി പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ വീട്ടുകാർ പറയുന്നുണ്ടല്ലോ കൊച്ചുങ്ങൾ ആത്മഹത്യ ചെയ്യില്ല ഇവന്മാർ കൊന്ന് കെട്ടിത്തൂക്കുന്നതാ പഠിക്കുന്ന പിള്ളേരെ ഇങ്ങനെ ഓരോ ഇൻഷുറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി സംഭവങ്ങളുണ്ട് പിള്ളേരെ സൂക്ഷിക്കേണ്ട സമയമായിട്ട് കുറെ എണ്ണം ഇങ്ങനെ പുറകിൽ നടക്കുക പല രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തൊരു രോഗമാണ് ഇത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്തു പറഞ്ഞാൽ മാമനുണ്ട് കൊച്ചുമോൾ ഇതൊക്കെ പഠിക്കുന്ന പിള്ളേരെ നോട്ടമിടാൻ ആൾക്കാരുണ്ട് ഉള്ള കാര്യം സമൂഹത്തിൽ വലിയ ദോഷമായിട്ട് മാറിയിരിക്കുക പഠിക്കുന്നതും ഉൾക്കുള്ള ആൾക്കാരെ നോട്ടമിടും പല രീതിയിൽ അവരെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ഇത്തിൽ കണ്ണികൾ പോലെ കുറെ എണ്ണം നാണവും മാനവും ഇല്ലാത്ത കുറെ എണ്ണം എന്ത് തോന്നിയാസം കാണിക്കാൻ അങ്ങനെ ഇറങ്ങിയിരിക്കുക നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയ നമ്മുടെ എറണാകുളത്ത് മകനോട് പറയാനുണ്ടെങ്കിൽ ആദ്യം 2018 പോയില്ലേ അമ്മ അന്ന് ചന്ദ്രമോഹൻ ദാസ് എന്ന് പറയുന്ന കൊല്ലത്തെ കോർപ്പറേഷന്റെ ഒക്കെ വക്കീലായ ഒരു ദൈവകീരം പോലെ എനിക്ക് വക്കീലിനെ കിട്ടിയ സീനിയറായിട്ട് അങ്ങനെ ഒന്നും കഴിക്കുമ്പോ എനിക്ക് 10,000 രൂപ എടുത്ത് തന്നിട്ട് പിന്നെ എല്ലാ ആഴ്ചയിലും 2,000 3,000 പിന്നെ അവിടെ നമ്മുടെ ട്രാൻഡത്തെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് വരുന്ന കേസിന് അവരുടെ കൂടെ എന്റെ 2,000 നോട്ട് അന്ന് 2,000 നോട്ടുണ്ട് എടുത്ത് തന്നിട്ട് എന്നെയും കൂട്ടിയായിരുന്നു ആഹാരം കഴിക്കാനൊക്കെ അത്രയ്ക്ക് സാറിന് വിശ്വാസം നമ്മളോട് കാര്യം എന്നിട്ട് ഇവന്മാർ അവിടെ വന്ന് തിരിച്ച് എന്തെല്ലാം നടത്തിയെന്ന് മകൻ അറിയാവോ ഇങ്ങനെ നമ്മുടെ പുറകിൽ നടത്തുക എന്റെ തെളിവുകളുണ്ട് ഞാൻ മകനെ കാണിച്ചു ഇങ്ങനെ പുറകിൽ നമ്മൾക്ക് നല്ല നല്ല വിദ്യാഭ്യാസം നല്ല നല്ല രീതിക്ക് നമുക്ക് ഒന്നും ചെയ്തില്ലേ നമുക്ക് കാഴ്ചയിരുന്നവരായിരുന്നു ഒന്നും ചെയ്ത സാറ് വരെ അവിടെ വന്ന് നന്നായിട്ട് ഡ്രസ് ചെയ്ത് നല്ല രീതിയിൽ ഇല്ലാത്ത നമ്മുടെ ഓഫീസ് നല്ലതായിട്ട് വയ്ക്കാൻ കോടതി പോയി കാര്യങ്ങൾ പറയുക തിരിച്ചു പോവുക ഇത് മാത്രമേ ഉണ്ടായിരുന്നു നമ്മുടെ ജോലി എഴുതണ്ട പിടിക്കേണ്ട ഒന്നുമില്ലായിരുന്നു ഇങ്ങനെ എന്തോ ശല്യമായി ഇവന്മാരെ കൊണ്ടൊന്നും മാറി അറിയാവോ എന്തൊരു ശല്യം നമ്മുടെ പുറകിൽ നടക്കുക പുറകിൽ ഇതെന്താ ഇവന്മാർക്ക് ആരാ നമ്മുടെ